ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയ ഒരു റോസ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ്. ഇതിപ്പോൾ ഞാൻ സ്യൂ ചെയ്തിട്ടില്ല, പകരം ഇവിടെ ത്രെഡ് വിട്ടിട്ടേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ചെയിനിൻ്റെ കൗണ്ട് മാറ്റുന്നതിനനുസരിച്ച് ഫ്ലവറിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 36 ചെയിൻസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് രണ്ടും. ഇത് കോട്ടൺ യാൺ വെച്ച് ചെയ്തതാണ്, പ്യുവർ കോട്ടൺ. ഇത് കോട്ടണും വേറെ ഏതോ ഒരു ഫാബ്രിക്കും കൂടെ മിക്സ് വന്നേക്കുന്നതാണ് ഇത്. പിന്നെ 100% അക്രിലിക് യാൺ വെച്ചിട്ട് ഒരു വലിയ ഫ്ലവറും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണിത്. ഇതെനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 66 ചെയിൻ വെച്ചിട്ടെന്തോ ചെയ്താന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് 36 ചെയിൻസ് വെച്ചിട്ട് ഫൗണ്ടേഷൻ ചെയിൻ 36 ഫൗണ്ടേഷൻ ചെയിൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു റോസ് ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ റെഡ് കളർ യാൺ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കണം. സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടുവിരലിൻ്റെ നടുവിരലിലും നമ്മുടെ യാൺ ഇങ്ങനെ എക്സ് ഷേപ്പിൽ ചുറ്റിയിട്ട് നമുക്കൊരു ലൂപ്പ് കിട്ടി. ഇനി നമ്മുടെ വർക്കിംഗ് യാൺ ആ ലൂപ്പിനകത്തൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കാം. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഈ സ്ലിപ്പ് നോട്ട് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതിങ്ങനെ നമുക്ക് വലിച്ച് മുറുക്കാം. ഇപ്പോൾ സ്ലിപ്പ് നോട്ട് ടൈറ്റൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. അപ്പം ഞാനിതൊക്കെ ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പം നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് 36 ചെയിൻ സ്റ്റിച്ചസ് ആണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഹുക്ക് യാണിന് പാരലായിട്ട് പിടിക്കുക. മേളിലോട്ട് ഇടത്തോട്ട് ഹുക്ക് കൊണ്ടുവന്നിട്ട് അടിയിലൂടെ എടുത്ത് പുറത്തേക്ക് yarn over, pull through, yarn over, pull through, yarn over, pull through, yarn over, pull through. ഇതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ 36 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. ഇതിപ്പോൾ നമ്മൾ 36 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ചെയിൻ. ഈ ഫൗണ്ടേഷൻ ചെയിനിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ ഹുക്കിൽ നിന്നുള്ള 6th ചെയിനിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഹുക്കിൽ നിന്നുള്ള 6th ചെയിൻ നമുക്ക് കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6th ചെയിന്. ഇതാണ് 6th ചെയിൻ. 6th ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി yarn over, insert the hook, pull up a loop. നമുക്ക് 3 ലൂപ്പ് കിട്ടി. yarn over, ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over, അടുത്ത 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതിപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് 3 ചെയിൻ ചെയ്യണം. 1 2 3 3 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 ചെയിൻ, ഫൗണ്ടേഷൻ ചെയിനിൽ നിന്ന് 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3rd ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഇതൊരു ചെയിനാണ്. ദിസ് ഈസ് 1 ചെയിൻ. ഇത് രണ്ടാമത്തെ ചെയിനാണ്. മൂന്നാമത്തെ ചെയിനിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ yarn over ചെയ്യുക. സ്കിപ്പ് 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതിപ്പോൾ മൂന്ന് ലൂപ്പുണ്ട് നമ്മുടെ ഹുക്കിൽ. yarn over, ആദ്യത്തെ 2ലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over, അടുത്ത 2ലൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പം നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം.
ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി yarn over pull through 1 2 3 3 ചെയിൻ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. yarn over ആ സെയിം ചെയിനിലേക്ക് തന്നെ കയറ്റിയിട്ട് ഹുക്ക് പുറത്തേക്ക് എടുക്കുക. ഇപ്പം നമുക്ക് കിട്ടിയതാണ് വി സ്റ്റിച്ച്. ഇതൊരു വി ഫോമിലല്ലേ ഇത് സ്റ്റിച്ച് ഫോം ആയിരിക്കുന്നത്, വി. ഇതാണ് വി സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3rd ചെയിനിലേക്ക് നമുക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിം നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. ഇപ്പം അടുത്ത വി സ്റ്റിച്ച് നമുക്ക് കിട്ടി. ഈ ക്ലോത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം. ഇതാണ് വി സ്റ്റിച്ച്. വി ഫോം ചെയ്തതാണ് വി സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള എല്ലാ ചെയിനിലും സെയിം പ്രോസസ്സ് തന്നെ. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് 3rd ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. പിന്നെ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3rd സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യുക. പിന്നെയും 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. അതാണ് നമ്മുടെ പാറ്റേൺ. സ്കിപ്പ് 2 ചെയിൻസ്, 1 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, പിന്നെയും സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടെ. അങ്ങനെയാണ് നമുക്ക് ഈ വി സ്റ്റിച്ച് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഈ ഫുൾ ചെയിൻസും ചെയ്തിട്ട് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ എല്ലാ സെറ്റും ചെയ്തു. ഇതിങ്ങനെ സ്പൈറലായിട്ട് വരും കേട്ടോ, അങ്ങനെ ചുറ്റി തിരിഞ്ഞ് വരും. അത് അങ്ങനെ തന്നെ വരണം. അപ്പോഴാണ് നമുക്കത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത് റോസ് ആക്കുമ്പോൾ. ലാസ്റ്റ് സെറ്റ് മാത്രം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ആദ്യം തന്നെ yarn over 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. 1 2 3 3 ചെയിൻ ചെയ്തു. ഇനി അടുത്തത് ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. ഇങ്ങനെയാണ് നമ്മുടെ വി സ്റ്റിച്ചസ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് നിരത്തി വെച്ച് കാണിച്ചു തരാം. നമ്മൾ ചെയ്ത വർക്ക് ഇതുപോലെ ഇരിക്കും. ഇതൊക്കെയാണ് വി സ്റ്റിച്ചസ്. ദീസ് ആർ ദ വി സ്റ്റിച്ചസ്. അടുത്ത റൗണ്ട് നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ വർക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം, ടേൺ ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യല്ല, വർക്ക് ഒന്ന് ടേൺ. 3 ചെയിൻ നമ്മൾ ചെയ്തു. 3 ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വർക്ക് ടേൺ ചെയ്യണം. ടേൺ ചെയ്തിട്ട് ആദ്യത്തെ സ്പേസിൽ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഈ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് ആക്ട് ചെയ്യും, വിച്ച് ഇസ് എ ഫേക്ക് ഡബിൾ ക്രോഷ്യ. മൊത്തം നമ്മൾ ചെയ്യേണ്ടത് 8 ഡബിൾ ക്രോഷ്യ ആണ്. ഈ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് 7 ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി. One
2 3 4 5 6 7. ഇതിപ്പോൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്പേസിൽ വി അല്ലാത്ത, ഇതൊക്കെയാണ് വി സ്റ്റിച്ച് എന്ന് പറയുന്നത്, വി അല്ലാത്ത സ്പേസിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പുള്ളപ്പ് ലൂപ്പ്, 2 ലൂപ്പ് കിട്ടി, yarn over, pull through both the loops. അടുത്ത വി സ്റ്റിച്ചിലെത്തി നമ്മൾ. അടുത്ത വി സ്റ്റിച്ചിൽ നമ്മൾ ഇതുപോലെ തന്നെ 8 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇവിടെ നമ്മൾ 7 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. അതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി 3 ചെയിൻസ് ചെയ്തിരുന്നു, അതൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത വി സ്റ്റിച്ച് മുതൽ ലാസ്റ്റ് വി സ്റ്റിച്ച് വരെ നമ്മൾ 8 ഡബിൾ ക്രോഷ്യേസ് ചെയ്യണം. ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. 1 2 3 4 5 6 7 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്പേസിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ബാക്കിയുള്ളിടത്ത് വി സ്റ്റിച്ചിൽ 8 ഡബിൾ ക്രോഷ്യ ചെയ്യണം, ഇവിടെ സിംഗിൾ ക്രോഷ്യ. വി സ്റ്റിച്ചിൽ 8 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, 8 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ അറ്റം വരെ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. എല്ലാ വി സ്റ്റിച്ചിലും നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. 8 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. ഇപ്പം ഇങ്ങനെ ഒരു സ്പൈറൽ ഫോമിലായിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് ഒരു ചെയിനും കൂടി ചെയ്തിട്ട് ഒരു നീളമുള്ള എൻഡ് നമുക്ക് കട്ട് ചെയ്യണം. കാരണം നമുക്കിത് സൂൺ ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് നീളമുള്ളൊരു എൻഡ് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നീളമുള്ളൊരു എൻഡ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു അറ്റത്തു നിന്ന് പെറ്റൽസ് ഇങ്ങനെ മടക്കി 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 കൊണ്ടുവന്നാൽ അതൊരു റോസ് ഫ്ലവറായിട്ട് ഫോം ആകും. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ ടെയിൽ എൻഡിനകത്തേക്ക് നമുക്കൊരു യാണിങ് നീഡിൽ കയറ്റി കൊടുത്ത് ആ എൻഡ് നമുക്ക് 2 ടെയിൽ എൻഡ് നമുക്ക് ഹൈഡ് ചെയ്യണം. റോസ് ഫ്ലവറിനകത്തേക്ക് വീവിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ലെയറിനകത്തുകൂടെയും കയറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് താഴേക്ക് തൂങ്ങി നിൽക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ക്രോഷ്യ പഠിച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ എൻ്റെ റോസ് ഫ്ലവർ അത്ര ഒരു 70% സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തന്നിട്ടുള്ളൂ. കാരണം ഞാൻ ഈ വീവിങ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിയുള്ള ടെയിലൻറ്റ് വീവിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ മുറുകി പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നെക്സ്റ്റ് പ്രോജക്റ്റിൽ ശരിയാക്കണം എന്നാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ച എൻ്റെ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റോസ് ഫ്ലവറിൻ്റെ പാറ്റേൺ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ക്രോഷ്യ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വേറൊരു പ്രോജക്റ്റുമായിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.